രണ്ട് ദിവസമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ChatGPT Go ഫ്രീ ആയി സേവനം നൽകുന്നു എന്നുള്ളതാണ്. എന്താണ് യഥാർത്ഥത്തിൽ ChatGPT Go എന്നും എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ട് ഒരു വർഷത്തേക്ക് ഫ്രീ ആയിക്കൊണ്ട് AI ഒരു ടൂൾ ഫ്രീ ആയി നൽകുന്നത് എന്നും നമ്മൾ ശരിക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. നാസ്കോമിന്റെ കണക്ക് പ്രകാരം 700 മില്യൺ ആളുകളാണ് ഇന്ത്യയിൽ ഇന്റർനെറ്റ് സേവനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇന്ത്യയുടെ ഒരു AI ടൂളിന്റെ വളർച്ച നമ്മൾ പരിശോധിക്കുമ്പോൾ ഓരോ വർഷവും 15% മുകളിലാണ് അതിന്റെ ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നത് എന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെ AI ടൂളുകൾ നിർമ്മിക്കുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം, ഓപ്പൺ AIനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് AI ടൂൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ള രാജ്യമാണ് ശരിക്ക് ഇന്ത്യ എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ഒരു സേവനം അവര് ഫ്രീ ആയിട്ട് നൽകാൻ കാരണം എത്രയും പെട്ടെന്ന് അവരുടെ ഡെവലപ്മെന്റ് സാധ്യമാകണം എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് ഓർമ്മയുണ്ട്, 2016 സെപ്റ്റംബർ മാസം 5-ാം തീയതിയാണ് ജിയോ ഇതുപോലെയുള്ള വമ്പൻ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും ഇന്റർനെറ്റ് 4G സൗകര്യം ഫ്രീ ആയിട്ട് ജിയോ നൽകുകയാണ്. അത് ഡിസംബർ അവസാനം വരെ ആയിരുന്നു ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്. പിന്നീട് കുറച്ചും കൂടി നീട്ടിയിട്ട് അത് മാർച്ചിലേക്ക് വരെ എക്സ്റ്റെൻഡ് ചെയ്തു. ജിയോ ഇന്ത്യയിലെ ജനങ്ങളെ ഇന്റർനെറ്റ് യൂസ്ഡ് ആക്കി മാറ്റി എന്നുള്ളതാണ്. എന്തിനാണ് ജിയോ ഇങ്ങനെ ഇന്റർനെറ്റ് യൂസ്ഡ് ആക്കി ഇന്ത്യയെ മാറ്റിയത്? ഇപ്പൊ നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഒരു ഡെയിലി ലൈഫ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഇന്റർനെറ്റ് ഇല്ലാതെ ജീവിക്കാൻ നമുക്ക് കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ക്യാഷ് പേ ചെയ്തുകൊണ്ട് ഇന്ന് എന്ത് ചെയ്യുന്നു? ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഇന്റർനെറ്റിന് വേണ്ടി യൂസ്ഡ് ആക്കിയിട്ട് അവരുടെ സേവനം വിൽക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായി. ഇത് നമ്മൾ ഇന്ന് ChatGPT ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓപ്പൺ AI ചെയ്തുകൊണ്ടിരിക്കുന്നതിനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ടതുണ്ട്. ഓപ്പൺ AI ഇപ്പൊ മാർക്കറ്റിൽ ഇറക്കിയിട്ടിരിക്കുന്നത് 13 ബില്യൺ ആണ് മാർക്കറ്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ടൂളുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. അത് തീർച്ചയായിട്ടും അവർ ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ട് സർവീസ് തരുന്നതിലൂടെ ChatGPT ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും അത് യൂസ്ഡ് ആകുന്ന ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും അതുവഴി അവർക്ക് വലിയൊരു മാർക്കറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിലൂടെ അവർ കൃത്യമായിട്ട് ലക്ഷ്യം വെക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. AI വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് AI ഉപയോഗിക്കുന്നതിനെ നമ്മൾ മാറ്റിവെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഒരുപാട് പിറകിലേക്ക് പോവുകയുള്ളൂ AI ഉപയോഗിക്കാതിരുന്നാൽ. നമ്മൾ മുൻപ് ജിയോ ഇന്റർനെറ്റ് കൊണ്ടുവന്ന സാഹചര്യത്തെ അനലൈസ് ചെയ്താൽ മതി. നമ്മൾ ഇന്ന് ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പിറകിലേക്ക് സഞ്ചരിക്കുന്ന ആളുകളായിട്ട് മാറും. അതുപോലെ തന്നെ AI നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും നമ്മൾ പിറകോട്ടേക്കേ സഞ്ചരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ AI ഉപയോഗിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറുകയും AIനെ എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കി AIനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് അതിനെ കൃത്യമായി അതിന്റെ ടൂളുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? AI ഉപയോഗിച്ച് തുടങ്ങണം എന്നുള്ളതാണ്. അങ്ങനെ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു വർഷത്തിന് ശേഷമൊക്കെ ഇത് പെയ്ഡ് ആകുന്ന സമയത്ത് പോലും നമുക്ക് നമ്മൾ ആ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനേക്കാൾ കൂടുതലായിട്ട് എഫേർട്ട് നമുക്ക് കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ്. നമ്മൾ ഇപ്പൊ ചെയ്യുന്ന വർക്കിന് നമുക്കൊരു അസിസ്റ്റന്റ് ഉള്ളതിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ആ അസിസ്റ്റന്റ് ചെയ്യുന്ന മുഴുവൻ പണിയും AI കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ടൂളുകൾ നമുക്ക് ചെറിയ എമൗണ്ട് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക വഴി കമ്പനികൾക്ക് ലാഭം ഉണ്ടാവുകയും അതുപോലെ തന്നെ അവരുടെ വളർച്ചയ്ക്ക് സാധ്യമാവുകയും ചെയ്യുകയും അതുപോലെ തന്നെ AI ടൂളുകളുടെ ഡെവലപ്മെന്റ് സാധ്യമാവുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യ പോലെയുള്ളൊരു വലിയ രാജ്യത്ത് ഈ കമ്പനികൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് ChatGPTയുടെ സേവനം തരുന്നതും ഇങ്ങനെയുള്ള പല ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നതും എന്നുള്ളതാണ്. ഇതിനൊക്കെ ആശങ്കയോടെ നോക്കി കാണുന്നതിന് പകരം ഇതിനൊക്കെ എങ്ങനെ ഉപയോഗിക്കാം, ഇവിടെ എങ്ങനെ കയറി വരാം, എങ്ങനെ AI ടൂളുകൾ ഉപയോഗിക്കുന്ന ആളുകളായിട്ട് മാറാം എന്നുള്ളതിനെ കുറിച്ച് മാത്രം അന്വേഷിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തുകയും വ്യത്യസ്തമായ AI ടൂളുകൾ ഉപയോഗിച്ച് നമ്മുടെ കഴിവിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ മാറുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഭാവി സൃഷ്ടിച്ചെടുക്കാം. അതുവഴി ലോകത്തിന്റെ വിവിധ കോണിലേക്ക് എത്തുകയും വിവിധ സ്ഥലങ്ങളിലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ കരിയറിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. അങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്ന കൂട്ടത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും.